ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് ബേസിസ്. അവർ ഫസ്റ്റ് ടോപ്പിക് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഞാൻ ഇതിന്റെ എക്സാക്ട് ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു എക്സാമ്പിളിലൂടെ അതെന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കൺസിഡർ ദ എക്സാമ്പിൾ. ഷോ ദാറ്റ് the set 1,0 and 0,1 is a linearly independent subset of R2. എന്താ പറയണേ ഇവിടെ? നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ R2ന്റെ ഒരു സബ്സെറ്റ് തന്നിട്ടുണ്ട്. സബ്സെറ്റിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? രണ്ട് എലിമെന്റ്. ഈ സബ്സെറ്റ് എന്താണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന്. എങ്ങനെയാ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാന്നറിയോ? എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ രണ്ട് എലിമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. എന്താ ഈ രണ്ട് എലിമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ? K1 into 1,0 plus K2 into 0,1. ഇതാണ് അതിന്റെ ലീനിയർ കോമ്പിനേഷൻ. ഈ ലീനിയർ കോമ്പിനേഷനെ നമ്മുടെ സീറോ എലമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. R2ലുള്ള സീറോ എലമെന്റ് ഏതാ? 0,0 അല്ലേ? അപ്പൊ ലീനിയർ കോമ്പിനേഷനെ R2ലുള്ള സീറോ എലമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മളിത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് K1നും K2നും വാല്യൂ കിട്ടും. നമുക്കത് നോക്കി നോക്കാം. ഞാൻ ഈ രണ്ട് എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. ഈ ലീനിയർ കോമ്പിനേഷനെ സീറോ എലമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. നമ്മളത് സോൾവ് ചെയ്യാണ്. എങ്ങനെയാ സോൾവ് ചെയ്യാം? K1നെ നമ്മൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ K1 into 1 K1, K1 into 0 0 പ്ലസ് K2 into 0 0, K2 into 1 K2 ഈക്വൽ ടു 0 0. ഇപ്പൊ ഈ രണ്ട് എലിമെന്റിനെ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ. എങ്ങനെ ആഡ് ചെയ്യാം? K1 plus 0, 0 plus K2 equal to 0 0. That is K1 plus 0 means K1, 0 plus K2 means K2 equal to 0 0. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യാൻ. ഇതിലത്തെ ആദ്യത്തെ കമ്പോണന്റ് ഏതാ? K1. ഇതിലത്തെ ആദ്യത്തെ കമ്പോണന്റ് ഏതാ? 0. സോ K1 equal to 0, K2 equal to 0. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്കെയിലേഴ്സിന്റെ വാല്യൂ എന്താന്നാ കിട്ടിയത്? 0 0 എന്ന് കിട്ടി. If all the scalars are zeros, then the subset is linearly independent. ഈ K1നും K2ന്റെയും വാല്യൂ 0 വന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ സെറ്റ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാം. ഈ രണ്ട് പേരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതും, അതിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യും. നമ്മൾ സോൾവ് ചെയ്യും. സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ എല്ലാ സ്കെയിലേഴ്സിനും 0 എന്ന് പറയുന്ന വാല്യൂ തന്നെ കിട്ടണം. എല്ലാവർക്കും 0 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഏതെങ്കിലും ഒരാൾക്ക് നോൺ സീറോ കിട്ടിയാൽ അത് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് ലെറ്റ് S equal to x1 x2 etc xn be a subset of a vector space V. V എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുത്തു. When we say that S is linearly independent, എപ്പോഴാ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാ? ഇഫ് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. ഈ ലീനിയർ കോമ്പിനേഷനെ ഞാൻ എന്തിനോട് ഇക്വേറ്റ് ചെയ്യണം? സീറോനോട് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എല്ലാ സ്കെയിലേഴ്സിനും 0 0 0 കിട്ടുകയാണെങ്കിൽ K1 equal to 0, K2 equal to 0, etc. Kn equal to 0. എല്ലാവരും 0 വരികയാണെങ്കിൽ we can say that S is linearly independent. അല്ല, otherwise S is said to be linearly dependent. ശ്രദ്ധിക്കുക, എല്ലാം 0 വന്നാൽ ഇൻഡിപെൻഡന്റ്. ആരെങ്കിലും ഒരാളെങ്കിലും 0 അല്ലാണ്ട് വന്നാൽ അത് ഡിപെൻഡന്റ്. ഇനി എന്താണ് അതിന്റെ മീനിങ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ല. ഒരാളെ മറ്റൊരാളിൽ നിന്ന് മേക്ക് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ. ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാൽ x1 യൂസ് ചെയ്തിട്ട് x2 ഉണ്ടാക്കാനോ അല്ലെങ്കിൽ x3 ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല. ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ബേസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബേസിസ് ഫോർ വെക്ടർ സ്പേസ്. നമ്മൾ വെക്ടർ സ്പേസ് എന്താണെന്ന് പഠിച്ചു. ഈ വെക്ടർ സ്പേസിന്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ലെറ്റ് V be a vector space. A subset B of V is called a basis for V if B has the following properties. First one, B is linearly independent. Second one,
span B equal to V. Span B equal to V. That is, V എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. വിയുടെ സബ്സെറ്റ് ആണ് ബി. സബ്സ്പേസ് ആകണമെന്നില്ല, വെറും സബ്സെറ്റ്. സബ്സെറ്റ് ആണ് ബി. ബിനെ എപ്പോഴാണ് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ബേസിസ് എന്ന് പറയാ? രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത. ഏതൊക്കെയാ കണ്ടീഷൻ? നമുക്ക് തന്നിരിക്കുന്ന ആ സബ്സെറ്റ് ഉണ്ടല്ലോ ബി, അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ലീനിയർ കോമ്പിനേഷൻ എഴുതും, സീറോനോട് ഇക്വേറ്റ് ചെയ്യും, എല്ലാ സ്കെയിലേഴ്സും സീറോ വന്നാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. സ്പാൻ ബി ഈക്വൽ ടു വി ആയിരിക്കണം. അതായത് സ്പാൻ ഓഫ് എസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സ്പാൻ ബി കാണുക. സ്പാൻ ബി കാണുമ്പോൾ നമുക്ക് ഫുൾ വെക്ടർ സ്പേസ് കിട്ടുകയാണെങ്കിൽ we can say that it is a basis of that vector space. Okay, ഇപ്പോൾ ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് എന്ന് പറയും. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ബേസ് ഒരു സെറ്റ് തന്നിട്ട് അത് ബേസിസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചെയ്യാം. അതിനു മുൻപ് ഞാൻ ഒരു ഡെഫിനിഷനും കൂടി പറയാണ്. സപ്പോസ് ചെയ്യാം ബി എന്ന് പറയുന്ന സെറ്റ് ബേസിസ് ആണ് എന്ന്. ബി എന്ന് പറയുന്ന സെറ്റ് ബേസിസ് ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം നോക്കുക. ആ നമ്പർ ആയിരിക്കും വെക്ടർ സ്പേസിന്റെ ഡൈമെൻഷൻ. എന്താണ് പറയുന്നത്? ഡൈമെൻഷൻ. ഡൈമെൻഷൻ ഡൈമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് എന്താണ്? ബേസിസിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം. ബേസിസിൽ 3 എലമെന്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഡൈമെൻഷൻ ഓഫ് വി എന്തായിരിക്കും? 3. ബേസിസിൽ 10 എലമെന്റ് ഉണ്ടെങ്കിൽ ഡൈമെൻഷൻ ഓഫ് വി എന്തായിരിക്കും? 10. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ബേസിസ് ഈസ് കോൾഡ് ദ ഡൈമെൻഷൻ ഓഫ് ദ വെക്ടർ സ്പേസ് വി. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നമ്മൾ ഇനി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഞാൻ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഈ ഒരു സെക്ഷൻ കഴിയാറായി. നമ്മൾ വെക്ടർ സ്പേസ് എന്താന്ന് പഠിച്ചു. നമുക്കറിയാം സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ വെക്ടർ സ്പേസ് ആണ്. R2 ആർ വെക്ടർ സ്പേസ് ആണ്. R2 വെക്ടർ സ്പേസ് ആണ്. R3 വെക്ടർ സ്പേസ് ആണ്. Rn വെക്ടർ സ്പേസ് ആണ്. പിന്നെ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വെക്ടർ സ്പേസ് ആണ്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു എക്സാമ്പിൾ ഓർത്തു വെക്കുക കേട്ടോ. അതൊക്കെ വെക്ടർ സ്പേസ് ആണെന്നുള്ളൊരു ധാരണ വേണം നമ്മുടെ കയ്യിൽ. ഇനി ബേസിസിന്റെ എക്സാമ്പിൾസ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ സെറ്റ് S equal to 1001 is a basis for R2. അപ്പോൾ R2ന്റെ ബേസിസ് ആണ് ഈ സെറ്റ് എന്ന് പറയണം. നമുക്ക് അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി ആവണം. ഈ ക്വസ്റ്റ്യനിൽ വി എന്ന് പറയുന്നത് R2 ആണ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് എസ് ഈസ് എ ബേസിസ്. അപ്പം നമുക്ക് ഒന്നാമത്തെ നോക്കാം. How can we prove that S is linearly independent? നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതും. എന്താ ലീനിയർ കോമ്പിനേഷൻ വരിക? K1 into 1, 0 plus K2 into 0, 1. പിന്നെ അതിനെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യും? 0 എലമെന്റിനോട് ഇക്വേറ്റ് ചെയ്യും. ഇത് നമ്മൾ എന്ത് ചെയ്യും? സോൾവ് ചെയ്യും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മുമ്പ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് സോൾവ് ചെയ്യും. സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും K1 equal to 0, K2 equal to 0. That is, all the scalars are 0. So we can say that our set S is linearly independent. ഞാൻ ഷോർട്ട് ആയിട്ടാണ് LI എന്ന് എഴുതുന്നത്. നിങ്ങൾ അങ്ങനെ എഴുതരുത്. നിങ്ങൾ linearly independent എന്ന് തന്നെ എഴുതണം. So our set is S is linearly independent. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. What about the second one? സെക്കൻഡ് വൺ എങ്ങനെ പ്രൂവ് ചെയ്യാം? സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു R2 എന്ന്. R2ൽ കുറെ എലമെന്റ്സ് ഉണ്ട്. ഈ എല്ലാ എലമെന്റിനും എടുത്ത് നമുക്ക് സ്പാൻ ഓഫ് എസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സോ വാട്ട് ഈസ് ദാറ്റ് പ്രൊസീജിയർ? അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു R2 അല്ലെങ്കിൽ സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി എന്നിങ്ങനെ പ്രൂവ് ചെയ്യാന്നറിയോ? നമ്മൾ ഈ R2ലെ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുക്കുക. ആർബിട്രറി എലമെന്റ് അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ വെക്ടർ സ്പേസ് ഏതാണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ R2 ആണ്. അപ്പോൾ R2ൽ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുക്കുക. R3 ആണെങ്കിൽ R3ൽ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ്. അപ്പോൾ R2ൽ ഒരു എലമെന്റ് ആണ് ഞാൻ എടുക്കുന്നത് A1, A2. ഇതാണ് ഒരു ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ്. ആർബിട്രറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എലമെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്.
എന്നിട്ട് ആ എലമെന്റിനെ ഞാൻ നമ്മുടെ സെറ്റിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നു. k1 × 1,0 പ്ലസ് k2 × 0,1. നമ്മൾ ഇനി ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്തിട്ട് k1നും k2നും വാല്യൂസ് കിട്ടുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് a1, a2 അങ്ങനെ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സ്പാൻ s ഈക്വൽ ടു R2. ഐ റിപ്പീറ്റ്, നമ്മൾ R2ലെ ആർബിട്രേറ്റ് ഒരു എലമെന്റ് എടുക്കുന്നു. ആ എലമെന്റിനെ ഈ S എന്ന് പറയുന്ന സെറ്റിലെ രണ്ട് എലമെന്റ്സുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതുന്നു. എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ k1നും k2നും ഒരു വാല്യൂ കിട്ടുകയാണ്. ആ വാല്യൂ എന്ന് പറയുന്നത് a1ന്റെ a2ന്റെ ഒക്കെ ടേംസിലായിരിക്കും. നമുക്ക് നോക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ട്രൂ, അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് ട്രൂ. നമുക്ക് ചെയ്ത് നോക്കാം. സീ ദിസ്, ഞാനിത് സോൾവ് ചെയ്യാണ്. a1 a2 അതുപോലെ തന്നെ ഇവിടെ എഴുതുന്നു. k1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടി. k2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k2 × 0 0, k2 × 1 k2. ഐ ആഡ് ദീസ് ടു എലമെന്റ്സ്. സോ എന്താ കിട്ടുക? k1 k2. നമുക്കിവിടെ എന്താ LHSൽ a1 a2, RHSൽ k1 k2. ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് k1 ഈക്വൽ ടു a1, k2 ഈക്വൽ ടു a2. നോക്കൂ, നമ്മൾ ആർബിട്രേറ്റ് ഒരു എലമെന്റിനെ ഈ രണ്ട് എലമെന്റ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി സോൾവ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് k1 വാല്യൂ കിട്ടി. എന്താ വാല്യൂ k1ന്റെ? a1. k2ന്റെ വാല്യൂ എന്താ? a2. അങ്ങനെ k1നും k2നും വാല്യൂ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സ്പാൻ ഓഫ് s ഈക്വൽ ടു R2. സ്പാൻ ഓഫ് s ഈക്വൽ ടു R2. ആ ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ R2 ഇതിന്റെ മീനിങ് എന്താ? സ്പാൻ ഓഫ് S ഈക്വൽ ടു R2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? R2ലെ ഏതൊരു എലമെന്റും എവിടെ ഉണ്ടാവണം? സ്പാൻ ഓഫ് Sൽ ഉണ്ടാവണം. ഏതൊരു എലമെന്റ് എടുത്താലും അത് സ്പാൻ Sൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ R2ലെ ഏതൊരു ആർബിട്രേറ്റ് ഒരു എലമെന്റ് എടുത്തു a1 a2, സ്പാൻ ഓഫ് Sൽ ഉണ്ടാവണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? Sലെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. അതാണ് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്തത്. a1, a2നെ ഞാൻ ഈ രണ്ട് എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് പറയണേ? k1നും k2നും വാല്യൂ ഉള്ളത് കൊണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തന്നിരുന്നു, എപ്പോഴും ഇതുപോലെ k1നും k2നും വാല്യൂ കിട്ടണം എന്നില്ല. ഞാൻ വാല്യൂ കിട്ടാത്ത പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പം ഈ ഒരു ഐഡിയ നോക്കി വെക്കുക. എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ്, സ്പാൻ എന്താണ്, അതുപോലെ തന്നെ ബേസിസ് എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക. ഇതിലെ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഡയമെൻഷൻ എന്ന് പറയുന്നത് ബേസിസിലുള്ള എലമെന്റ്സുകളുടെ എണ്ണാണ്. ഓക്കെ, അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഈ വീഡിയോയിൽ. ഞാനിപ്പോൾ R2ല് 1 0 0 1 എന്ന് പറഞ്ഞു. ഇത് നമ്മൾ വേറെ രീതിയിൽ ഡിനോട്ട് ചെയ്യും. ഇതിനെ ഞാൻ E1 എന്നാണ് വിളിക്കുക. ഇതിനെ ഞാൻ E2. E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് 1, രണ്ടാമത്തെ എലമെന്റ് 0. E2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് 1, മറ്റുള്ള എലമെന്റ്സ് 0. ഇപ്പൊ R3ലാണെങ്കിൽ E1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് 1, ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ 0. അപ്പൊ E2 എന്താ വരിക? രണ്ടാമത്തെ എലമെന്റ് 1, ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ 0. E3 എന്താ വരിക? മൂന്നാമത്തെ എലമെന്റ് 1, ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ 0. ഇതാണ് R3ല്. അപ്പൊ R4ൽ എങ്ങനെയാ വരിക? R4ൽ E1 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ എലമെന്റ് 1, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0. E2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് 1, ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ 0. E3 എന്താന്ന് മനസ്സിലായല്ലോ? മൂന്നാമത്തെ എലമെന്റ് 1, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0. അതാണ് E1, E2, E3, E4, E5 എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത പ്രോബ്ലംസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.